ക്ഷമ ഈ ശൂരനാട് നിന്ന് പോലീസിന്റെ ഒരു വീരശൂര പരാക്രമം പുറത്തു വരുന്നുണ്ട്. ഈ പോലീസ് ഈ ചുമ്മാ കണ്ണി കാണുന്നവരെയൊക്കെ എടുത്തിട്ട് അടിക്കുക, ഇടിക്കുക, ഈ മൂന്നാം മുറയൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് എന്നേ മാഞ്ഞു പോയ ഒരു സംഭവമാണ്. ഈ ഇടയ്ക്ക് കൊട്ടാരക്കര ഒരു വിഷയം അറിയാലോ, നമ്മളത് ഇന്ന് ചർച്ച ചെയ്ത വിഷയമാണ്. ഹരീഷും ഗോപികയും തമ്മിലുള്ള വിഷയം. അവസാനം കേരള പോലീസ്, കൊട്ടാരക്കര പോലീസ് കാല് പിടിക്കേണ്ടി വന്നു ആ സ്ത്രീയുടെ. ആ സ്ത്രീക്ക് 10 സെന്റ് സ്ഥലവും 2 നില വീടും വെച്ചു കൊടുക്കാന്നാണ് കേരള പോലീസിന്റെ വാഗ്ദാനം കൊട്ടാരക്കരയിൽ. അതവർ കേൾക്കാൻ തയ്യാറായില്ല. അവരിപ്പോഴും നിയമപോരാട്ടം. പോലീസ് കംപ്ലൈന്റ്സ് അതോറിറ്റിയിൽ പരാതിയുണ്ട്, കോടതിയിൽ പരാതിയുണ്ട്, DGPക്ക് പരാതി. അയാളെ ഇടിച്ച് ഊപ്പാട് വെത്തി കളഞ്ഞു. അയാൾ ആശുപത്രിയിലായി ഇടിച്ച് പഞ്ചാര വെള്ളം കുടിപ്പിച്ചെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്താ ഈ പഞ്ചാര വെള്ളം കുടിപ്പിക്കുന്നത് ഇടിച്ചിട്ട്? ഇടിച്ച അത് പിന്നെ ഈ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതം വലിയ തോതിലേൽക്കും. അത് അങ്ങനെ, അതായത് എന്നിട്ട് ഈ പഞ്ചാര വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതാ ഈ വെള്ളം കുടിപ്പിച്ചിട്ട് നമുക്ക് ഏൽപ്പിക്കുന്ന പ്രഹരത്തിൽ ആന്തരികാവയവങ്ങൾക്ക് കടുത്ത ക്ഷതം ഉണ്ടാവും. ആ ക്ഷതം പതിയെ അത് നമുക്കിപ്പോൾ നമ്മുടെ ഏൽപ്പിക്കുന്ന ക്ഷതത്തിന്റെ പതിയെ അത് വർക്കാവും. സ്ലോ പോയിസൺ ആണ്. സ്ലോ പോയിസൺ ആണ്. പതിയെ വർക്കായി തുടങ്ങും. സമയമെടുത്ത് വർക്കാവും. നമ്മുടെ പിന്നെ മരണപ്പെടും. ദീർഘസമയം എടുക്കും. ഈ ശൂരനാട് എന്താ സംഭവം? ശൂരനാട് അവിടെ ഇതിനകത്ത് പ്രതിസ്ഥാനത്തിരിക്കുന്നത് CPM ആണ് കേട്ടോ. അവിടെ ശൂരനാട് തെക്ക് ഇഞ്ചക്കാട് സ്വദേശിയായിട്ടുള്ള ഒരു M ഹരി എന്ന് പറയുന്ന 30 വയസ്സുള്ള യുവാവും. ഈ യുവാവും അവിടെ ക്ഷേത്രോത്സവത്തിനിടെ അവിടുത്തെ CPMന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടായി. ഈ പ്രശ്നത്തിന്റെ പേരിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൊണ്ടുപോയി ശൂരനാട് പോലീസിന് പരാതി കൊടുത്തു. ആ പരാതി കിട്ടിയ പോലീസ് ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെയും ഒരു ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെയും സാന്നിധ്യത്തിൽ പോലീസ് സ്റ്റേഷനിലെ CCTV ഇല്ലാത്ത SHOയുടെ റൂം, മിക്ക SHOയുടെ റൂം ശ്രദ്ധിച്ചാൽ മതി. അവരുടെ റൂം അങ്ങനെ വെക്കാറില്ല. അവിടെ CCTV വെക്കാറുണ്ടോ? നിയമമൊന്നുമില്ല. അവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാവുന്നതേ ഉള്ളൂ. ഇവർ വെക്കത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന പരാതിക്കാരുടെ പിന്നെ സ്വകാര്യത എന്ന് പറയുന്നില്ല, സ്ത്രീകളായിട്ടുള്ള പരാതിക്കാരൊക്കെ പരാതി പറയാൻ വരും. അപ്പൊ അവരുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് ഈ പറയുന്ന SHOയുടെ റൂമിൽ പോലീസുകാർക്ക് തങ്ങളുടെ സേഫ്റ്റി നോക്കണ്ടേ? ഈ വരുന്ന പരാതിക്കാർ എത്തരത്തിലുള്ള ആൾക്കാരാണെന്ന് പോലീസ് അതെ SHOയുടെ മുറിയിലാണല്ലോ ഇതെല്ലാം പരാതി പറയാനായിട്ട് പോകുന്ന സ്ഥലത്താണ് സത്യം പറഞ്ഞ CCTV വെക്കേണ്ടത്. അതെ, അവിടെ വെച്ച് ഈ പരാതിക്കാർ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അത് പോലീസിന്റെ ഒരു സേഫ്റ്റിക്ക് കൂടെ വേണ്ടിയിട്ടല്ലേ. എറണാകുളത്ത് ഒരു പെൺകുട്ടി ഭർത്താവിനെതിരെ പരാതി പറയാൻ പോയപ്പോൾ SHO അടിച്ചത് എവിടെ വെച്ചാ കുട്ടിയെ? SHOയുടെ റൂമിനുള്ളിൽ വെച്ചാ. CCTV ഇല്ല. ആ SHOയെ അതിന്റെ പേരിൽ നടപടി എടുത്തു. പക്ഷേ അതെന്താ, സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്തു. സ്പെഷ്യൽ ബ്രാഞ്ച് അയാൾക്കെതിരെ കേസ് കൊടുത്തു, പിന്നെ റിപ്പോർട്ട് കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്കെതിരെ പിന്നെ ആദ്യം സസ്പെൻഷനും പിന്നീട് അദ്ദേഹത്തെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റുകയും ഇപ്പോൾ അദ്ദേഹം ആലപ്പുഴ ജില്ലയിലാണ് ലോ ആൻഡ് ഓർഡറിൽ തിരിച്ചു വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ അറിവ്. ഈ അടുത്തിടയ്ക്ക് ഒരു കേസിൽ പ്രതിയെ പിടിച്ചുകൊണ്ട് പോകുന്ന വിഷ്വലിൽ ഞാൻ ഇദ്ദേഹത്തെ കണ്ടു. ഇദ്ദേഹം ഒരു വലിയ മഹാനാണ്. സ്വന്തം വീട് പണി നടക്കുന്നത് കൊണ്ട് പിന്നെ അഞ്ചൽ നിന്ന് ആത്മഹത്യ ചെയ്ത യുവാവിന്റെ ബോഡി, അത് അഞ്ചൽ ആയൂർ നിലമേൽ വെഞ്ഞാറമൂട് വഴി മെഡിക്കൽ കോളേജിൽ പോകേണ്ട ബോഡി ഇദ്ദേഹം വീട് പണി വരാൻ പിന്നെ നടക്കുന്നത് കൊണ്ട് പിന്നെ ചെല്ലാൻ വയ്യ, വീട് പണിയായിട്ട് നിൽക്കുക. അതുകൊണ്ട് പിന്നെ ഇതിനകത്ത് ഇൻക്വസ്റ്റിനകത്ത് ഒപ്പിടണം. SHO ആണല്ലോ ഒപ്പിടേണ്ടത്, ഡ്യൂട്ടിയിലും ഉണ്ട്. അപ്പൊ SHO ഒപ്പിടേണ്ടതാ. അപ്പൊ ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ഈ ബോഡി അഞ്ചൽ നിന്ന് കടയ്ക്കൽ വഴി പിന്നെ കടയ്ക്കലുള്ള അദ്ദേഹത്തിന്റെ പുതിയ വീട്ടിൽ വിളിച്ചു വരുത്തിട്ട് അവിടെ ഇൻക്വസ്റ്റ് ഒപ്പിട്ടു. എന്നിട്ട് അത് നിലമേൽ, അവിടുന്ന് തിരിച്ചത് നിലമേലോട്ട് തിരുവനന്തപുരം വിട്ടു. തിരുവനന്തപുരത്ത് പോസ്റ്റ്മോർട്ടത്തിന് വിട്ടു. അതിലും ഇദ്ദേഹത്തിനെതിരെ പിന്നെ പണിഷ്മെന്റ് റൂൾ ഓപ്പൺ ആണ്. അദ്ദേഹം ഇപ്പൊ കായംകുളത്താ ഇരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ പണികൾ നടത്തുന്ന വേന്ദ്രന്മാരുണ്ട്. ഇപ്പൊ ഇദ്ദേഹത്തെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ശൂരനാട് SHO സംഘം കൂടെ എടുത്തിട്ടും ഇടിച്ചു. ഈ ഹരിയെ നല്ല രീതിയിൽ എടുത്തിട്ട് ഇടിച്ചു. ഇപ്പൊ ആ പയ്യൻ ഇപ്പോ കിടക്കുന്നത് പിന്നെ ആശുപത്രിയില്ല, സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയില്ല. അത് ആദ്യം പിന്നെ അവിടെ സർക്കാർ ആശുപത്രി പ്രവേശിക്കുകയും അവിടുന്ന് ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരം പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ പറഞ്ഞ പിന്നെ പോവാതെ അദ്ദേഹം സ്വകാര്യ ആശുപത്രിയിൽ ട്രീറ്റ്മെന്റ് തേടിയിട്ടുണ്ട്. നല്ല ഇടി കിട്ടിയിട്ടുണ്ട്. പല്ലിടിച്ച് പൊളിച്ചാണ്. പല്ലിടിച്ച് പൊളിച്ചു. അപ്പൊ ഇദ്ദേഹത്തെ പിന്നെ പോലീസ് കംപ്ലൈന്റ്സ് അതോറിറ്റിയിലും DGPക്കും പരാതി കൊടുത്തു. പോലീസ് സ്റ്റേഷൻ എന്നല്ലേ നമ്മുടെ പോലീസ് സ്റ്റേഷൻ പറയുന്നത്. സത്യത്തിൽ ഇതൊക്കെ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ആണോ? ഭൂരിഭാഗം അല്ല. നല്ല പോലീസ് സ്റ്റേഷനും ഉണ്ട്. അത് അങ്ങനെ അവരെ കൊണ്ട് ആകാനായിട്ട് സാധിക്കാത്തതാണോ, അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയാ മനഃപൂർവ്വം ആകാത്തതാണോ? അല്ല, ഈ മിക്കവാറും എനിക്ക് തോന്നുന്നത് ഈ പോലീസിന് എങ്ങനെയായോ ജനമൈത്രി ആവാൻ സാധിക്കുക? ജനമൈത്രി വേണമെങ്കിൽ വേറൊരു വിങ്ങിനെ നിങ്ങൾ രൂപീകരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. പോലീസ് സ്റ്റേഷൻ എപ്പോഴും നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ കലാപ കലുഷിതമാണ്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. വല്ലാത്തൊരു നെഗറ്റീവ് വൈബാണ് പോലീസ് സ്റ്റേഷൻ. അതില്ലേ, ശ്രദ്ധിച്ചിട്ടില്ലേ? ചില സ്റ്റേഷനുകളിൽ അങ്ങനല്ല.
ചില സ്റ്റേഷനുകൾ ഞാൻ പോയിട്ടുള്ള മിക്കവാറും ഭൂരിഭാഗം പോലീസ് സ്റ്റേഷനിലും നെഗറ്റീവ് വൈബാണ്. നെഗറ്റീവ് വൈബാണല്ലേ? അങ്ങേയറ്റം നെഗറ്റീവ് വൈബാണ്, അങ്ങേയറ്റം കേരള പോലീസിന്. കാരണം ഈ പ്രതികൾ അവരുടെ വിലാപങ്ങൾ, ആ വിലാപങ്ങൾ മാത്രമല്ല, ദുഃഖം, തകർന്ന ജീവിതങ്ങൾ, എങ്ങും ദുഃഖം, അങ്ങനെയുള്ള ദുഃഖം തളർന്നിട്ട് കിടക്കുകയാണ് കേരള. അങ്ങനെയുള്ളവരാണ് സൈഡിൽ ക്രൂരതയാണ്. ആ ക്രൂരത പോലീസിന് കാണിച്ചേ പറ്റൂ. അത് ഞാൻ കാരണം അല്ലാതെ അവർക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? അല്ല, ചിലർക്ക് രണ്ടെണ്ണം കിട്ടേണ്ടതിന്റെ ആവശ്യം. അതെ, ചില കുഴപ്പക്കാരന്മാരുണ്ട്. ചില കുഴപ്പക്കാരന്മാർ കാര്യമായ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവിടെ ചെന്ന് നിന്ന് അവനെ തൊട്ട് തലോടി കൊണ്ടുപോകണമെന്ന് നമ്മൾ പറയത്തില്ല. അവന് രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നന്നാ. അത് എന്താ, ഒരു പരാതിക്കാരനും അല്ലെ പരാതിക്കാരിക്ക് ഒരു സന്തോഷം വരുന്നൊരു കാര്യമാണ്. പരാതിക്കാരൻ അല്ലെങ്കിൽ പരാതിക്കാരിക്ക് ഒരു സന്തോഷം വരും. എന്താ, ഇവന് രണ്ടെണ്ണം കിട്ടണമെന്ന് നമുക്ക് മനസ്സുകൊണ്ട് വിചാരിക്കുന്ന ചില പ്രവർത്തികൾ കാണാറുണ്ടല്ലോ. പക്ഷെ എല്ലാ പോലീസുകാരും മനുഷ്യരാണല്ലോ, എല്ലാവർക്കും ഒരേ മൈൻഡ് സെറ്റും അല്ല. ചില ആൾക്കാർക്ക് എന്താണ്, മറ്റുള്ളവരോടുള്ള ദേഷ്യം വേറെ ആൾക്കാരോട് കാണിക്കാതിരിക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ട്. പക്ഷെ ചില ആൾക്കാർ അങ്ങനെയല്ല. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു ദേഷ്യം ഉണ്ടെങ്കിൽ ഞാനത് അവിടെ കളയാതെ ഇവിടെ വന്ന് കാണിക്കും, ഇല്ലേ? അത് നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ മൊത്തത്തിൽ ബാധിക്കും. കേരള പോലീസിന്റെ പ്രധാന പ്രശ്നം എല്ലാ പോലീസുകാരും ഈ ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് ക്യാരി ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ടാണ്. പരാതി പറയാൻ ജെന്യൂനായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരോട് കേരള പോലീസ് നേരത്തെ ഇടിച്ചൊരുത്തിന്റെ ഒരു ദേഷ്യം കാണിക്കുന്ന കേരള പോലീസ് ചിലപ്പോൾ ഉണ്ട്, ചിലപ്പോഴല്ല, ഭൂരിഭാഗം പോലീസുകാരും ഉണ്ട്. ഇവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ, ഇവരുടെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന പ്രഷറിന്റെ പ്രശ്നം. പക്ഷെ അവരെ കുറ്റം പറയാനും പറ്റില്ല. നമ്മൾ ഈ ഒരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു സംഭവത്തിനകത്തൂടെ പോവുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഒരു നിർവാഹം. അതെ. പക്ഷെ ഇതിനകത്ത് ഇങ്ങനെയുള്ള സാധാരണക്കാരെ എന്തിനാണ് പിടിച്ച് ഈ അടി? അത് CPM പിറകിലുള്ളതുകൊണ്ട്. എവിടെ നിന്നൊക്കെ അവർക്ക് പ്രഷർ വരുന്നത്? ഈ മറ്റേ ഇപ്പൊ മന്ത്രിയായിട്ടിരിക്കുന്ന വാസവൻ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, കേരള പോലീസിൽ ഒരു പോലീസിനെ എന്താണ് കയറ്റാനും ഇറക്കാനും തക്ക കെൽപ്പുള്ള ഒരു മനുഷ്യനാണ് വാസവൻ, നമുക്കറിയാലോ. ഈ കേരള പോലീസിലെ ഈ വാസവൻ എന്ന് പറയുന്ന ആളെ പോലീസ് അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എങ്ങോട്ടേക്ക് വേണം ട്രാൻസ്ഫർ എന്നുള്ളത് പാർട്ടിയുടെ ആളാണെങ്കിൽ അങ്ങോട്ടേക്ക് മാറ്റം പിടിക്കുകയും ചെയ്യാൻ പറ്റുന്ന ആളാണ് ഇയാളെന്ന് പറയുന്നത്. ഇയാൾ മാത്രമല്ല, ഭൂരിഭാഗം എല്ലാ CPM എന്തിനു പറയുന്നു, കളമശ്ശേരി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈനെ വരെ പേടിയല്ലേ കേരളം? അതെ. ഒരു സ്ഥലത്ത് SHO ആരായി ഇരിക്കണം എന്ന് തീരുമാനിക്കുന്നത് അവിടുത്തെ ഏരിയ സെക്രട്ടറിയാണ്. മിക്കപ്പോഴും തീരുമാനിക്കുന്നത് ഏരിയ സെക്രട്ടറിയാണ്. അത് പല സ്ഥലങ്ങളിൽ ഏരിയ സെക്രട്ടറിയുടെ സ്വാധീനത്തിലാണ് ഒരു പോലീസ് സ്റ്റേഷൻ അവിടെ പ്രവർത്തിക്കാറുള്ളത്. ഭൂരിഭാഗത്തും അങ്ങനെ. അല്ലാതെ തിരിഞ്ഞിരിക്കുന്ന പോലീസുകാരെ ഇവർ ഉപദ്രവിക്കുകയും ചെയ്യും, ശല്യം ചെയ്യും, ഭയങ്കര ശല്യം ചെയ്യും. അത് ഞാൻ പറഞ്ഞുതരാം. ഈ നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് എനിക്കിപ്പം പ്രത്യേകം കിട്ടുന്നില്ല. അപ്പൊ അദ്ദേഹം ശാസ്താംകോട്ടയിലായിരുന്നത്, ഇപ്പം വേറെ ഏതോ ജില്ലയിൽ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള നല്ല ഉദ്യോഗസ്ഥരും ഉണ്ട്, ആളുകളോട് വളരെ സൗമ്യമായി പെരുമാറുന്ന പോലീസുകാരുണ്ട്. എല്ലാവരോടും നിങ്ങൾ സൗമ്യമാവണ്ട. നിങ്ങൾ എല്ലാവരെയും സൗമ്യമായി കഴിഞ്ഞാൽ ഈ നാട്ടിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എല്ലാവരെയും നിങ്ങൾ ഈ ക്രിമിനൽസിനോടൊക്കെ കാണുമ്പോൾ മോനെ എന്തുകൊണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നാളെ ഇവിടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒന്നും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി മാറും. ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ തകരും. അത് എല്ലാവരോടും നിങ്ങൾ സൗമ്യത കാണിക്കേണ്ട. പക്ഷേ ഇങ്ങനെയുള്ള പാവങ്ങളെ, ഈ ഹരീഷിനെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരനെ, ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്, ആശുപത്രിയിലാണ്, നട്ടലിന്റെ പരിക്കാണ്. ഇനി എത്ര കാലം ചികിത്സ ഇരിക്കേണ്ടി വരും? എത്ര കാലം? ഒരു ഏകദേശം ഒരു ജീവിതത്തെ അത് ബാധിച്ചു.